ഇത്രയും നാളും ശ്രീമാൻ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചാണകക്കുഴിയായിരുന്നു. എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തു, അനിൽകുമാർ. ഇന്ന് ഒരു ചന്ദനക്കൂടായിട്ടാണ് തോന്നുന്നത്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് സന്തോഷ് പണ്ഡിറ്റ് മണ്ടനാണ്, അല്ലെങ്കിൽ ബോധപൂർവം മണ്ടൻ ചമഞ്ഞ് ബാക്കിയുള്ളവരെ മണ്ടരാക്കുകയാണ്. ഓ പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. ഇത് രണ്ടുമല്ല എന്നെനിക്ക് മനസ്സിലായി. അങ്ങക്ക് എന്തെങ്കിലും ഒരു വേദന ഒരുപക്ഷെ ഞങ്ങളുടെ ഈ ഒരു ഫ്ലോറിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആസ് എ ജഡ്ജ് ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. അതായിട്ട് അനുസാർ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് എത്താം. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. എല്ലാ കാര്യങ്ങളും പഠിച്ചേ ചെയ്യാവൂ. സാർ ഞാൻ പറയട്ടെ, ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും 5 കോഴ്സൊക്കെ ആയിരുന്നു ഒരേ സമയത്ത് ചെയ്തിരുന്നു. എന്താണ് സ്വർണ്ണാണ്, ഇത് കുപ്പയിലിട്ടാലും തിളങ്ങും. നമുക്ക് ശരിക്കും കഴിവുണ്ടെങ്കിൽ നമ്മൾ തിളങ്ങും. ഇത് ഒരു വശം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പറയുന്ന ഏത് നടനാലും ഏത് സംവിധായകനായാലും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞല്ലേ സാർ, എനിക്ക് സമയം തരൂ. ഇതെന്താണ് ഞാൻ ആദ്യ സിനിമ പിന്നെ അല്ല. ചോദിച്ചോട്ടെ, ഇത്രയും ചരിത്രത്തിൽ കൂടെ കടന്നു വന്ന മഹാന്മാരായ ആൾക്കാരില്ലേ, അവരെന്താ ചെയ്തതെന്നൊന്നും മനസ്സിലാക്കണ്ടേ? അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. അങ്ങനെ പറയുമ്പോ എനിക്കൊരു കാര്യം ചോദിക്കേണ്ടി വരും. ഇത്രയൊക്കെ നിങ്ങൾ പറയുന്നു 18 വർഷം പഠിക്കണം, 20 വർഷം പഠിക്കണം. സാറേ, ഇത്രയൊക്കെ പഠിച്ചിട്ട് 95% പൊട്ടി നാറുകയാണല്ലോ സാറേ. അല്ല, ഇത്രയൊക്കെ പഠിച്ച സംവിധായകരുടെ സിനിമയുടെ 95% പൊട്ടി നാറുകയാണല്ലോ. ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഇപ്പൊ തന്നെ ന്യൂ ജനറേഷൻ സിനിമ എന്താണ് സാർ? ന്യൂ ജനറേഷൻ സിനിമ ഇത്രയും കാലം സെക്സ് പടം കാണുമ്പോ കണ്ണു പൊത്തിയാൽ മതി, ഇപ്പൊ ചെവിടും പൊത്തണ്ടേ സാർ? ഒരു കുടുംബ സമയത്ത് സിനിമ കാണാൻ പറ്റുമോ? ഇതാണ് അങ്ങനെ പഠിച്ച് എന്ന് പറയുന്നത്. തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. അല്ല പ്ലീസ്, സാർ പറഞ്ഞു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമായി സിനിമ എടുക്കാം. സാർ പറഞ്ഞു തെറ്റാണ്, ഒന്നും വിചാരിക്കരുത്. എക്സ്പീരിയൻസ് കൊണ്ട് കുറെ പൊട്ടത്തരങ്ങൾ അവിടെ പടരുന്നത്. മനസ്സിലായോ? ഓ ഇനി ഇത് ആവർത്തിക്കരുത്. അയാൾ ഇൻസൾട്ട് ചെയ്യാണ്. ഞാൻ പറഞ്ഞില്ല, ഇത്ര വളരെ പോസിറ്റീവായിട്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചില്ല. അയാൾ ഇൻസൾട്ട് ചെയ്യാണ്. ആ തരത്തിലാണ് ഞാൻ നിങ്ങളെ അയ്യോ പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. എന്നിട്ട് അയാൾ വീണ്ടും ആ ചടകുഴിയിലോട്ടാണ് പോകുന്നത്. അയാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യാണ്. ആ സ്ഥലത്ത് ഞാൻ തന്നെ ഇരിക്കണേ. ശശിയെ ഈ എന്നാണ് ഈ പറയുന്നത്? പക്ഷെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. സന്തോഷ് പ്രതികരിക്കുന്ന രീതി, ഉപയോഗിക്കുന്ന ഭാഷ, അതിൽ കുറച്ചുകൂടെ മിതത്വം വന്നാൽ നന്നായിരിക്കും. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഭാഷയുടെ കാര്യത്തിൽ ഈ വേദിയിൽ വെച്ച് പറയുന്നു, അന്തസ്സുള്ള ഭാഷ കൈകാര്യം ചെയ്ത വേദിയാണ് കോമഡി സ്റ്റാർട്ട്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും.